ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് അടുക്കളത്തോട്ടത്തിന്, അതായത് കൊമേഴ്ഷ്യൽ രീതിയിലല്ല, അല്ലാണ്ട് നമുക്ക് വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയുള്ള പച്ചക്കറികൾ നടുമ്പോൾ അതിന് തയ്യാറാക്കാവുന്ന കമ്പോസ്റ്റും അതുപോലെ തന്നെ പോട്ടിംഗ് മിക്സ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ ഇതുപോലത്തെ ചട്ടികളിൽ നിറയ്ക്കുന്ന മണ്ണുകൾ. ഇപ്പോൾ ഇതിപ്പം ഈ വർഷം നട്ട ചെടികളാണ്. അപ്പോൾ ഓരോ വർഷവും പുതിയ മണ്ണ് നമ്മൾ നിറച്ച് വേണം നടാനായിട്ട്. അതിന് നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കാം, പക്ഷേ അതിനൊക്കെ ഒരുപാട് വിലയാകും. അല്ലാണ്ട് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു വീഡിയോയാണ് ഞാൻ ചെയ്തത്. ഇത് കണ്ടില്ലേ, യാതൊരു കാരണവശാലും ഈ വർഷം ഉപയോഗിച്ച ഈ മണ്ണ് അടുത്ത വർഷം ഇത് കീപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ നടരുത്. ഇത് ചേഞ്ച് ചെയ്യണം. ഈ മണ്ണിന് യാതൊരു വിധമായ ഗുണവുമില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് അടുത്ത വർഷത്തേക്ക് നല്ലൊരു പോട്ടിംഗ് മിക്സ്, അതുപോലെ തന്നെ നമുക്ക് വെജിറ്റബിൾ ഔട്ട്സൈഡിൽ ചെയ്യുന്ന ഗാർഡന് വേണ്ടിയ കമ്പോസ്റ്റ്, ഇതെങ്ങനെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നല്ല ഫലപുഷ്ടമായ കമ്പോസ്റ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു വീഡിയോയാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഒരുപക്ഷെ എല്ലാവർക്കും അറിയാവുന്ന സംഭവം തന്നെയാണ്. അതായത് മോയ്സ്ചർ ഈ മണ്ണ് കീപ്പ് ചെയ്യത്തില്ല, ഇത് വളരെ ഡ്രൈ ആയിപ്പോയി. അപ്പോൾ ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് പുതിയ മണ്ണിട്ട് വേണം അടുത്ത വർഷങ്ങളിൽ നടുമ്പോൾ നമ്മൾ നടാനായിട്ട്. അപ്പോൾ നമുക്ക് ആ ഭാഗത്തിലേക്കൊന്ന് കടക്കാം. അപ്പോൾ നാട്ടിൽ നമ്മൾ പരമ്പരാഗതമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഐറ്റമാണ് ഈ കമ്പോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കന്നുകാലി വളർത്തുന്നതിനോട് അനുബന്ധിച്ച് വളക്കുഴി എന്നും പറഞ്ഞുകൊണ്ട്, അതായത് കവുങ്ങിൻ്റെ ചാണകം ഉപയോഗിച്ച് നമ്മൾ കമ്പോസ്റ്റ് തയ്യാറാക്കുന്ന രീതി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ എന്നുണ്ടെങ്കിൽ ഇത് ന്യൂയോർക്കിലാണ്, നമുക്ക് ചാണകമോ അങ്ങനെയുള്ള സാധനങ്ങളോ ഒന്നും നമുക്ക് കിട്ടാനില്ല. അപ്പോൾ അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അതേ മോഡലിൽ തന്നെ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എങ്ങനെ ഒരു കമ്പോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം, അതാണ് ചെയ്യുന്നത്. നാട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പച്ചില വെട്ടി, തോലെന്ന് പറയും, പച്ചില വെട്ടി അടുക്കിയിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ചാണകവും ഇട്ട് അതിനായിട്ട് പ്രത്യേക ഒരു കുഴി തന്നെയുണ്ട്. പക്ഷേ എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ആ കുഴിയൊന്നും നമുക്കില്ല. അതൊക്കെ കുഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മോയ്സ്റ്റ് ലെവലെല്ലാം കീപ്പ് ചെയ്ത് ആ ഇലകളെല്ലാം പൊടിഞ്ഞ് വരാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഇപ്പോൾ സുലഭമായിട്ട് കിട്ടുന്നൊരു സംഭവമാണ്. അതായത് ഇപ്പോൾ ഇവിടെ കരിയില ഇഷ്ടംപോലെ പൊഴിയുന്നതാണ്. ഈ കരിയില ഉപയോഗിക്കുക. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ കൃഷിയെല്ലാം കഴിഞ്ഞ് അതെല്ലാം വെട്ടി ഒഴിക്കുമ്പോൾ അതിനുള്ള എടുക്കുന്ന പച്ചിലകൾ, ഇതെല്ലാം കൂടെ നമ്മൾ വെട്ടി അരിഞ്ഞ് ഇതുപോലെ കൂട്ടിയിടുക. അതാണ് ആദ്യം വരേണ്ടത്. ഇതിപ്പോൾ ഞാൻ ഒരു ലെയർ കരിയിലയും അതുപോലെ തന്നെ കുറേ മണ്ണും ഇട്ട് ഓൾറെഡി ചെയ്തിരിക്കുന്നതാണ്. അതിൻ്റെ മുകളിൽ കൂടുതലായിട്ട് ഇടുന്ന ഭാഗമാണ് ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമേ നമ്മൾ നമുക്ക് കഴിയുന്നത്രയും കരിയില ഇത് കണ്ടില്ലേ, ഈ കരിയില പൊതിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വളമാണ്. അപ്പോൾ ഈ കരിയില കളയാതെ, ഇപ്പോൾ ഇഷ്ടംപോലെ നമ്മളിവിടെ ഇപ്പോൾ ഇല പൊതിയുന്ന സമയമാണ്. ഈ കാല നിറച്ച് കരിയിലയാണ് നമ്മൾ തൂത്തുകൂട്ടി നമ്മൾ കളയേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അത് കളയാതെ തന്നെ ഇതുപോലെ നമ്മുടെ കൃഷി സ്ഥലത്ത് ഒന്നിലിടാം. അത് പൊടിഞ്ഞു കഴിഞ്ഞാൽ അത് വളമാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ കമ്പോസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ ഓരോ ലെയർ ഇടുമ്പോഴും നമ്മൾ കുറേ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതായത് അല്ലെന്നുണ്ടെങ്കിൽ ഈ കരിയില അതുപോലെ തന്നെ പപ്പടമായിട്ട് തന്നെ കിടക്കുകയുള്ളൂ. ഇതെല്ലാം നല്ലപോലെ കാവി കെട്ടി ഇത് പൊടിയുന്നതിന് വേണ്ടിയാണ് വെള്ളം ഒഴിച്ച് ഇത് മൂട്ടി നമ്മളിടണം. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി ഞാൻ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ഒരു ശകലം വെള്ളം കൂടെ ഇതിൻ്റെ മണ്ടയ്ക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് ഞാൻ ഒരു ലെയർ കരിയില ഇട്ടു, അതിൻ്റെ കൂടെ കമ്പോസ്റ്റ് ഇട്ടു. അതുപോലെ തന്നെ വെജിറ്റബിൾ ലാസ്റ്റ് ഇയറിൽ ഈ ഇയർ കൃഷി ചെയ്തതിൻ്റെ കാല പൊറിക്കപ്പോഴുള്ള പച്ച ഇലകളെല്ലാം കണ്ടിച്ചിട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, നേരത്തെ നിങ്ങളോട് ഞാൻ സൂചിപ്പിച്ചിരിക്കുന്നു, നമ്മുടെ ഇപ്പോഴത്തെ നിലവിലെ പോട്ടിൽ നട്ടിരുന്ന മണ്ണ് അത് ഡിസ്പോസ് ചെയ്യണമെന്ന്. അതായത് കണ്ടില്ലേ, ഈ മണ്ണിനി നമുക്ക് ഈ ചട്ടികളെല്ലാം ഒഴിവാക്കാം. അപ്പോൾ അതിനുവേണ്ടി ആ മണ്ണ് നമുക്ക് ഒരു ലെയർ അങ്ങോട്ട് ഇടാം. ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ
അതായത് നമ്മളിതൊരു കച്ചവടത്തിനല്ല, നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ്. അപ്പം ചെയ്യുന്ന കാര്യങ്ങൾ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത് മൊത്തം ഇതുപോലത്തെ മണ്ണ് ഈ വർഷം നട്ട പോട്ടിലെ മണ്ണിരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ അതിപ്പോൾ ഒരു ലെയർ ഇടുക, വീണ്ടും ഇലയിടുക, എന്നിട്ട് ഞാൻ തുറന്നുള്ള കാര്യം പിന്നെ കാണിക്കാം. ഇതിപ്പോൾ ഞാൻ 2 ലെയർ ഇലയിട്ടു. അത് കഴിഞ്ഞിട്ട് വീണ്ടും മണ്ണ് നമ്മുടെ പഴയ ചെടിച്ചട്ടിയിൽ നിറച്ചിരുന്ന ചെടി കായ്ച്ചു കഴിഞ്ഞിട്ടുള്ള മണ്ണ് ഞാൻ നേരത്തെ പറഞ്ഞു അത് കീപ്പ് ചെയ്യരുത്. അത് ഫലപുഷ്ടമുള്ളതാക്കി തീർക്കുന്നതിന് വേണ്ടി കമ്പോസ്റ്റിൻ്റെ കൂടെ ചേർക്കുക. അങ്ങനെ 1 ലെയർ ഇട്ടിരിക്കുകയാണ്. ഇനിയും ഇനി എന്തൊക്കെയാണ് എന്തൊക്കെ വേണേലും നമുക്ക് ചേർക്കാം. അതുപോലെ തന്നെ കിച്ചൺ വേസ്റ്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ കിച്ചണിൽ ചിക്കൻ വെട്ടുന്ന വേസ്റ്റൊന്നും ആയിരിക്കില്ല. കിച്ചണിലെല്ലാം കൊണ്ടുള്ള നമ്മുടെ വെജിറ്റബിൾ കട്ടിങ്, അതുപോലെ തന്നെ പഴത്തൊലി, മുട്ടത്തോട്, ഇതെല്ലാം നല്ല വളങ്ങളാണ്. ഇതെല്ലാം കൂടെ ഇതിൻ്റെ കൂടെ തന്നെ ചേർക്കാം. ഒരു ബക്കറ്റിനകത്ത് നമ്മൾ സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യം കൊണ്ടുവന്ന് ഇതിൻ്റെ കൂടെ തന്നെ ഡംപ് ചെയ്യാം. അപ്പം ഞാനിപ്പം നിലവിൽ എൻ്റെ കയ്യിലിരുന്ന മുട്ടത്തോട്, അങ്ങനെയുള്ള പഴത്തൊലി, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിലൂടെ ഇടുകയാണ്. കിച്ചൻ്റെ വേസ്റ്റ്, പിന്നെ ചിക്കൻ്റെ വേസ്റ്റുകളൊന്നും കൊണ്ടിടരുത്. അതുപോലെ തന്നെ ചാരം, നമ്മൾ പണ്ട് നാട്ടിൽ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന ചാരം ചേർക്കും. ഇപ്പോൾ എനിക്ക് പൈസ ഉള്ളതുകൊണ്ടാണ് ചാരം, അല്ലെന്നുണ്ടെങ്കിൽ ചാരം കിട്ടാനായിട്ടുള്ള വഴിയില്ല. അതൊക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അടുത്ത 1 ലെയർ കരിയിലയൂടെ തന്നെ ആയിരിക്കണമെന്നില്ല. നിങ്ങൾക്ക് പച്ചില ഉണ്ടെന്നുണ്ടെങ്കിൽ പച്ചില ആഡ് ചെയ്യാം. അത് അവരവരുടെ സൗകര്യം. ഇതിപ്പോൾ നമുക്കിപ്പം കരിയില ഇഷ്ടം പോലെ ഉണ്ട്, അത് നമുക്ക് ഇടാനായിട്ട്. അപ്പോൾ അടുത്ത 1 ലെയർ കരിയിലയൂടെ ഞാൻ ആഡ് ചെയ്യുകയാണ്. അങ്ങനെ വീണ്ടും 1 ലെയർ കരിയിലയൂടെ ഞാൻ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്തത് ഞാൻ ഇടാൻ പോകുന്ന ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓൾറെഡി കമ്പോസ്റ്റാണ്. അതായത് സിറ്റി ഹൗസ് ഹോൾഡേഴ്സിന് വേണ്ടി തരുന്ന കമ്പോസ്റ്റാണ്. അതായത് നമ്മുടെ യാർഡ് ഇപ്പം മുമ്പ് ഞാൻ കരിയില തൂത്തെടുത്തതുപോലെയുള്ള കരിയില ഇവിടെ നമ്മൾ കളക്ട് ചെയ്യുന്നത് അവരെടുത്തുകൊണ്ട് പോയിട്ട്, അതുപോലെ തന്നെ ചെറിയ ട്രീയുടെയൊക്കെ കട്ടിങ്, അങ്ങനെയുള്ള വേസ്റ്റുകളെല്ലാം ഹൗസ് ഹോൾഡേഴ്സിൻ്റെ കളക്ട് ചെയ്യുന്നത് കൊണ്ടുപോയിട്ട് മണ്ണും കൂടെ ചേർത്ത് അരച്ച് വീണ്ടും ഹൗസ് ഹോൾഡേഴ്സിന് കമ്പോസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി തരുന്ന കമ്പോസ്റ്റാണിത്. ഓൾറെഡി കമ്പോസ്റ്റാണ്, അതായത് എലിയും മണ്ണും ഒക്കെ അരച്ചെടുത്ത കമ്പോസ്റ്റാണിത്. അപ്പോൾ അതുകൂടെ ഞാൻ ഇതിൻ്റെ കൂടെ നമ്മുടെ ഈ ഇല പൊടിഞ്ഞു വരുന്നതിന് വേണ്ടി ഇതിൻ്റെ കൂടെ ചേർക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ കമ്പോസ്റ്റ് തയ്യാറാക്കുന്നത് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. 2 or 3 അവരുടെ സൗകര്യമനുസരിച്ച് ലെയർ കരിയില ഇടുക, അതുപോലെ തന്നെ ഗ്രീൻ പച്ചില കട്ടിങ്ങുകളുണ്ട് അതിടുക. അതിൻ്റെ മണ്ടയിൽ അനുയോജ്യമായ നമുക്കിപ്പോൾ ഇടാനുള്ള മണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണ് ഇടാനുള്ളൂ. ചാണകം ഇടാനുള്ളവർക്ക് ചാണകം ഇടാൻ, ചാരം, അതുപോലെ തന്നെ കിച്ചൺ വേസ്റ്റുകൾ എല്ലാം നമുക്ക് ഇതിൻ്റെ കൂടെ ഇട്ടുകൊണ്ടിരിക്കാം. കിച്ചൺ വേസ്റ്റ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുമല്ലോ, അതിപ്പം നമുക്ക് കിട്ടുന്നതനുസരിച്ച് ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്തുകൊണ്ടിരിക്കാം. കിച്ചൺ ഇത് നമ്മൾ പഴത്തൊലി, മുട്ടത്തോടെ അങ്ങനെയുള്ള വേസ്റ്റുകൾ മാത്രമേ ചേർക്കാവൂ. പിന്നെ ഇതിനി നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥ അനുസരിച്ച് ഇനി
ഒരു 7 മാസമെങ്കിലും കഴിഞ്ഞേ നമുക്കിതിൻ്റെ ഉപയോഗമുള്ളൂ. അതിന് മുമ്പായിട്ട് ഒരു ആദ്യത്തെ ഒരു 4 മാസം കഴിഞ്ഞോ വല്ലതും നമ്മളിതൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം. ഇത് നമ്മൾ എടുക്കുന്നതിന് മുമ്പായിട്ട് കുറഞ്ഞ ഒരു 2 പ്രാവശ്യമായിട്ടെങ്കിലും നമ്മളിതൊന്ന് വെട്ടി ഇളക്കി ഇടണം. എങ്കിലേ ഇത് നമുക്ക് കംപ്ലീറ്റ് പൊടിഞ്ഞ് കിട്ടുകയുള്ളൂ. അപ്പോഴിനി ഒരു 7 മാസം കഴിഞ്ഞ് ഇതിന് ഉപയോഗമുള്ളൂ. അപ്പോഴത്തേക്ക് ഇവിടുത്തെ കാലാവസ്ഥ നമുക്ക് കൃഷി ഇറക്കാനുള്ള കാലാവസ്ഥ തയ്യാറാകുകയുള്ളൂ. അപ്പോൾ ഇനിയും ചെയ്യേണ്ട പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതൊരു ചാർപ്പാളിനോ വെള്ളം വിട്ട് നല്ലതുപോലെ അങ്ങ് മൂടിയിടണം. അതായത് ഇനി തണുപ്പ് വെതറാണ് ഇവിടെ ഉള്ളത്. അപ്പം അത് നല്ല ആവി കെട്ടി ഇത് പൊടിയുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഹോം ഗാർഡന് വേണ്ടിയുള്ള കമ്പോസ്റ്റും അതുപോലെ തന്നെ പോട്ടിംഗ് മിക്സും വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് നമ്മുടെ വീടുകളിൽ തന്നെ നമുക്ക് നമ്മുടെ റീസൈക്ലിംഗ് വേസ്റ്റുകൾ ഉപയോഗിച്ച് ചെയ്യാവുന്ന ഒരു രീതിയാണ്. ഇത് എല്ലാവർക്കും ഒരു പക്ഷേ അറിയാവുന്ന രീതിയാണ്, പക്ഷേ ആരും മെനക്കെടാറില്ല. അപ്പോൾ ആ വീഡിയോയാണ് ഞാനിവിടെ ചെയ്തത്. അപ്പോൾ നമുക്ക് പോട്ടിംഗ് മിക്സിനകത്ത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ കൃഷി നമുക്ക് അടുത്ത വർഷം ചെയ്യുന്ന ഭൂമിയിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനും ഇത് വാരിയിടാനായിട്ട് നല്ലതാണ്. നല്ല വളമുള്ള കമ്പോസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നല്ലൊരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ. താങ്ക് യു വെരി മച്ച്.